ഇന്നലെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 12 മണിക്ക് എനിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ വീട്ടിലെത്തിയപ്പോൾ 2 മണി. പക്ഷേ നമ്മുടെ സമയം കഴിഞ്ഞ് ഇന്ന് എനിക്ക് ഓപ്പണിങ്ങാണ്. അപ്പോൾ രാവിലെ 11 മണിക്ക് ഓപ്പൺ ചെയ്യാനുള്ള. ഇപ്പോൾ ഓൾറെഡി 10:59 എങ്ങാണ്ടായി. ഞാൻ ഓൾറെഡി ഡിലേയാണ് ഗേറ്റ് അടയുന്നത്. 11:59. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറുക. അതുപോലത്തെ ഓപ്പണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് കമ്പ്യൂട്ടറിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും അത് പോയി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കട്ട്ലറി, ട്രോൾ ഇതെല്ലാം കൊണ്ട് വെളിയിലൊക്കെ വെക്കണം. നമ്മൾ കടയ്ക്ക് അകത്ത് കയറി ഇതിൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരി വയ്ക്കുക, ക്ലോക്ക് ഇൻ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ക്ലോക്ക് ഇൻ ചെയ്യാം. സോ നമ്മൾ ക്ലോക്കിനായിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഈ ട്രോളി എടുത്ത് വെളിയിൽ കുറച്ച് കട്ട്ലറി ബോക്സ് ഒക്കെ എല്ലാ ടേബിളിൽ സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഇനി ചെയ്യാനുള്ളത്. നമ്മളങ്ങനെ ട്രോളിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ 2 സ്വിച്ച് പുറത്താ, ബാക്കിയെല്ലാം അകത്താ. നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓപ്പണിംഗ് ചെക്സ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ചെക്സ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സിസ്റ്റം ചെയ്യാനുണ്ട്. ഹലോ. We don't do hot drinks. Oh, right. Oh, you said. Yeah, they need hot drinks for you too. Yeah, then you do. Right. He didn't tell me your name. Hello. നമ്മളപ്പോൾ ഓപ്പണിംഗ് ചെക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. കിച്ചൺ ഡയറിയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ലാപ്ടോപ്പിൽ ചെയ്യാനുള്ള എല്ലാം കഴിഞ്ഞ്. പിന്നെ അത്യാവശ്യം ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ ഫില്ലാണ്. അപ്പോൾ നമുക്ക് ഇനി അതൊന്നും ചെയ്യേണ്ട, അതൊക്കെ ഫില്ലാണ്. സാധാരണ അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ടി വന്നില്ല ഇന്ന്. പിന്നെ ഇനി ഇതാ ഷെഫ് ഗാർലിക് നോട്ട്സ് അതുപോലത്തെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആക്കി പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മുടെ പിസ്സ ഓവനും കാര്യങ്ങൾ. ഹായ് ഷെഫ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഒരു ബേസിക്കലി നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ചില ദിവസങ്ങളിൽ ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡേറ്റ് പഴകിയതാണ്. 3 ദിവസം 2 ദിവസം അത് ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് അതും ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല, കാരണം ഡേറ്റ് ഇന്നലെ പ്രിപ്പയർ ചെയ്തതാണ്. ഇപ്പോൾ ഡേറ്റിൻ്റെ കാര്യം കുഴപ്പമില്ല, ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ഒന്നും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ഓപ്പണിംഗ് ചെയ്യാനുള്ളത്.